ബംഗളൂരു ഹൊസക്കോട്ടയിൽ വാഹനാപകടത്തിൽ മരിച്ചത് കോളേജ് വിദ്യാർത്ഥികൾ. മരിച്ച അശ്വിൻ നായർ മലയാളിയാണ്. പരീക്ഷ കഴിഞ്ഞ് ആഘോഷിക്കാൻ പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ ബൈക്കിലും ചരക്ക് ലോറിയിലും ഇടിച്ചു കയറുകയായിരുന്നു. വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് സജു ചേരുന്നു. സജു, എന്തൊക്കെയാണ് ഈ അപകടത്തിന്റെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഇന്ന് രാവിലെ 4:50 കൂടി, അതായത് പുലർച്ചെ 4:50 കൂടിയാണ് ഹോസ്കോട്ടയിൽ ഇത്തരമൊരു അപകടമുണ്ടായിരിക്കുന്നത്. അമിത വേഗതയിൽ എത്തിയ കാർ ബൈക്കിലേക്ക് ഇടിക്കുകയായിരുന്നു. അതേ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ വാഹനത്തിൽ, അതായത് ഈ കാറിലുണ്ടായിരുന്ന 6 പേരും ബൈക്ക് യാത്രികരുമാണ് തൽക്ഷണം മരിച്ചിരിക്കുന്നത്. ഈ മരിച്ചത് വിദ്യാർത്ഥികളാണ്, കോളേജ് വിദ്യാർത്ഥികളാണ്. ഇവരുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അല്പസമയം മുൻപാണ് ലഭ്യമായിരിക്കുന്നത്. മരിച്ചതിൽ ഒരു മലയാളി വിദ്യാർത്ഥിയുണ്ട്, അശ്വിൻ നായരാണ്. അദ്ദേഹം മലയാളിയാണെന്നുള്ള വാർത്ത അല്പസമയം മുൻപാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബാക്കി 5 പേരും കോളേജ് വിദ്യാർത്ഥി, ബാംഗ്ലൂരിലുള്ളവർ തന്നെയാണ്. എന്തായാലും ഈ ബൈക്ക് യാത്രികനൊപ്പം തന്നെ ഈ കാറിലുണ്ടായിരുന്ന 6 പേരുടെ മരണമാണ് ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാവിലെ 4:50 കൂടിയായിരുന്നു ഹോസ്കോട്ടെ ദേശീയപാതയിൽ ഇത്തരമൊരു അപകടമുണ്ടായിരിക്കുന്നത്. പരീക്ഷ കഴിഞ്ഞ് ആഘോഷത്തിനായി പോയ വിദ്യാർത്ഥികളായിരുന്നു അപകടത്തിൽപ്പെട്ടത്. അമിത വേഗത്തിലെത്തിയ കാർ ആദ്യം ബൈക്കിലേക്ക് ഇടിക്കുകയും പിന്നീട് നിയന്ത്രണം വിട്ട കാർ പിന്നാലെ വന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറിയതുമായിരുന്നു. എന്തായാലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 7 പേരുടെ മരണവും സ്ഥിരീകരിച്ചിരിക്കുക. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും ആരുടെയും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഹോസ്കോട്ടെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ദിലീപ്. ബംഗളൂരു ഹോസ്കോട്ടയിൽ വാഹനാപകടം, കോളേജ് വിദ്യാർത്ഥികൾ മരിച്ചു. ഇതിൽ അശ്വിൻ നായർ എന്ന വിദ്യാർത്ഥി മലയാളിയാണ് എന്ന സ്ഥിരീകരണവും വരുന്നു. വിവരങ്ങൾ നൽകിയത് ബംഗളൂരുവിൽ നിന്ന് സജു ചാമക്കാലായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.